72 കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ വിവരിക്കുന്നത്. അന്ന് ഞാൻ മിലിറ്ററി പോലീസ് യൂണിറ്റിലായിരുന്നു. ഒരു ജൂൺ ജൂലൈ മാസം മഴക്കാലാണ്. വൈകുന്നേര സമയത്ത് ഒരു മെസ്സേജ് വന്നു. കൂവാപ്പാനി TCPയിലുള്ള, അതായത് തിസ്ത നദിക്കരയിലുള്ള ഒരു ചെക്ക് പോസ്റ്റിലെ വണ്ടി തിസ്ത നദിക്കരയിൽ എവിടെയോ റോഡ് ബ്ലോക്കായി, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ബ്ലോക്കായി നിൽക്കുകയാണ്. നമ്മളെ യൂണിറ്റിന്റെ വണ്ടിയാണ്, TCPയിലെ വണ്ടിയാണ്. അതിന്റെ അവസ്ഥ എന്താണെന്ന് പോയി അന്വേഷിച്ചിട്ട് വരണം എന്നൊരു മെസ്സേജാണ് വന്നത്. അങ്ങനെ ആ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇലക്ട്രീഷ്യൻ ശുക്ലയും MT ഹവൽദാർ ഷേഖ് വജീറും ഡ്രൈവറും കൂടി, ഞങ്ങൾ 4 പേരും കൂടി സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. ക്രോസ് കൺട്രി റോഡാണ്. ടീ ഗാർഡനിൽ കൂടി കയറ്റും വളവും തിരിവും കയറ്റിറക്കങ്ങളിലെ ക്രോസ് കൺട്രി റോഡിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ നദിക്കരയിൽ എത്താനായപ്പോൾ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 കിലോമീറ്റർ പിന്നിലായിട്ട് ഒരു ബസ്തി ഉണ്ട്. ബസ്തി പറഞ്ഞാൽ ജനങ്ങൾ ഇത് പാർക്കണ, അതായത് ഒരു സ്ലം പോലെ, ഒരു ചേരി പോലെ ചേരിയുണ്ട്. അവിടെ താമസിക്കുന്ന ഒരു ഗൂർഖകളാണ്. അവർ ടീ ഗാർഡനിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടെയുള്ള ടീ ഗാർഡനിലൊക്കെ ജോലി ചെയ്യുന്ന അവിടുത്തെ ലേബേഴ്സാണ്. ഞങ്ങൾ അവരുടെ ചേരിയിലേക്ക് അങ്ങ് ചെന്നതും അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ജീപ്പ് തടുത്തു. നിങ്ങൾ എങ്ങോട്ടാണ് ഈ സമയത്ത് ഇരുട്ടത്ത് പോകുന്നത്, എന്താണ് ഉദ്ദേശം, നിങ്ങൾ എന്തിനു വന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഇപ്പം മഴയൊക്കെ മാറിയിട്ട് അന്തരീക്ഷം ഇതായിട്ട് നിങ്ങൾ നാളെ നാളെ വന്ന് അന്വേഷിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോകണ്ട, അവിടെ മലയിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഊരാക്കൂരി ഇരുട്ടാണ്, ഒന്നും കാണാൻ വയ്യ, റോഡെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്, പാലം നദിക്ക് കുറുകെയുള്ള പാലം തന്നെ ഒലിച്ച് അങ്ങനെയും പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് അപകടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങൾ കുറച്ചും കൂടി മുമ്പോട്ടൊന്ന് പോയി നോക്കട്ടെ, കാരണം യൂണിറ്റ് പോയിട്ട് റിപ്പോർട്ട് കൊടുക്കാനുള്ളതാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒന്നും അന്വേഷിച്ചില്ല, ഒന്നും അറിയാതെ തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോയി നദിക്കരയിലെത്തി വലത്തോട്ട് പിന്നെ തിരിഞ്ഞ് കുറച്ചിങ്ങനെ റോഡ് കാണുന്നുണ്ട്. ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ മുമ്പോട്ട് ഇങ്ങനെ റോഡ് തന്നെ കുറേശ്ശെ കാണുന്നുണ്ട്. മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ വെള്ളം ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് ഇങ്ങനെ ചരലും മണ്ണും ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട് മലമുകളിൽ നിന്ന്. അത്യഗാധമായ ഒരു നദിയാണ്, ആഴമുള്ള നദിയാണ്. മഴയാണെങ്കിൽ നോക്കിയാൽ കാണാത്ത അത്രയും ഉയരത്തിലുള്ള മലയാണ്. അതിൻ്റെ നടുക്കാണ് ഈ റോഡ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം, ഒരു 1.5 ഫർലോങ് മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പോഴേക്ക് റോഡ് തീർന്നു. പിന്നെ അവിടെ നിന്ന് റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞെല്ലാം പോയിട്ടുണ്ട്, റോഡ് മുന്നോട്ടില്ല. അങ്ങനെ തിരിച്ചു പോരാൻ തീരുമാനിച്ചു. തിരിച്ച് പോരാൻ ആ സമയത്താണ് മുകളിൽ നിന്ന് ഭയങ്കര ഒരു ഇടി വെട്ടുന്ന പോലെ എന്തോ ഭയങ്കര ശബ്ദം കേട്ട്. ആ ശബ്ദം കേട്ടതും അതോടുകൂടി മണ്ണും ചളി എല്ലാം കൂടി പ്രവാഹിച്ച് താഴോട്ട് വരാൻ തുടങ്ങി. ഞങ്ങൾ ഓടി, 4 പേരും ജീവനും കൊണ്ട് ഓടി കുറച്ച് ദൂരം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓടി ഞങ്ങൾ കരക്കെത്തിയപ്പോൾ ആ ബസ്തിയിലുണ്ടായിരുന്ന ആൾക്കാർ അവിടുന്ന് നദിക്കരയിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓടിച്ചെന്ന് ഇവര് ഞങ്ങളെ കണ്ടപ്പോ, അയ്യോ ദൈവമേ, നിങ്ങൾ രക്ഷപ്പെട്ടോ, നിങ്ങൾ നിങ്ങൾ 4 പേര് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അത്രയും ഭയാനകമായ അവസ്ഥയാണ് അവിടെ. അതാണ് നിങ്ങൾ പോണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിലക്കിയത്. ഏതായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ദൈവം നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞങ്ങൾ സമാധാനിപ്പിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ 4 പേരും നടന്ന് ഇറക്കിയാണ്. മഴയും കൊണ്ടിട്ടുണ്ട്, കാറ്റുണ്ട്, അതിൻ്റെ കൂടെയുള്ള ഈ പേടി. ഏതായാലും ആ ഗ്രാമവാസികൾ ഞങ്ങൾക്ക് അവിടെ കട്ടൻ ചായ ഉണ്ടാക്കി തന്നു. അവരോട് കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് കുറച്ചൊന്ന് റിലാക്സ് ആയതിന് ശേഷം തിരിച്ചു പോരാൻ തീരുമാനിച്ചു. അപ്പോൾ തിരിച്ചു പോരാൻ നേരത്തെ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാൻ വയ്യ, അയാൾ ആകെ ഉറയ്ക്കുന്നത് പറഞ്ഞു. MT ഹവൽദാർക്കാണെങ്കിൽ അയാൾ പ്രായമുള്ളതാണ്, അയാൾക്കും വയ്യ. പിന്നെ വണ്ടി ഞാൻ തന്നെ ഓടിക്കേണ്ടി വന്നു. അങ്ങനെ മെല്ലെ ഞങ്ങൾ ഏതായാലും യൂണിറ്റിൽ തിരിച്ചെത്തി പിറ്റേന്ന് OC പിന്നെയും ഓർഡർ ഇട്ടു, നിങ്ങൾ തന്നെ രണ്ടാമത് അവിടെ പോയിട്ട് എന്തായി സംഭവം ഒന്ന് അന്വേഷിക്കാൻ, അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഏതായാലും തലേന്ന് അതല്ലേ പോയത്, അപ്പോൾ നിങ്ങൾ തന്നെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരണം എന്ന് പറഞ്ഞ്
പിറ്റേന്ന് ഞങ്ങൾ തന്നെ അതേ വാഹനത്തിൽ വീണ്ടും തിരിച്ചു പോവുകയാണ് സംഭവ സ്ഥലത്തേക്ക്. അങ്ങനെ തിരിച്ചു പോയി അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഭയാനകമായ അവസ്ഥ കണ്ടത്. ഞങ്ങൾ മുന്നോട്ട് നടന്നു പോയതും തിരിച്ചോടിയതുമായിട്ടുള്ള റോഡൊന്നും അവിടെ ഇല്ല. അതെല്ലാം ഒലിച്ചു പോയിരിക്കണം. അവിടെയൊക്കെ ഗുഹമാതിരി അതൊക്കെ ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോഴാണ് രാത്രി ഉണ്ടാവാത്ത കൂടുതൽ പേടി അപ്പോഴാണ് ഉണ്ടായത്. അതായത് രണ്ടാമത് പോയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ആദ്യത്തെ തവണ പോയപ്പോ അത് ഇഷ്ടല്ലേ കാണുന്നില്ലല്ലോ. രണ്ടാമത് അവിടെ ചെന്നപ്പോഴാണ് എത്ര വലിയ അപകടത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നുള്ള ആ സത്യാവസ്ഥ മനസ്സിലായത്. ഏതായാലും ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞല്ലാതെ എന്താ ചെയ്യാന്, പട്ടാളത്തിന്റെ ജീവിതം അങ്ങനെയാണ്. അല്ല നിങ്ങള് ഇത് പറയും അവരെ അതിന്റെ ശേഷം നിങ്ങൾക്ക് ഇടയ്ക്ക് ഓർക്കത്തിൽ ഇങ്ങനെ എന്താ പറയാ ഇത് വരില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്നതിന് ശേഷം പിന്നെ ഈ കുറെ കാലം ഇപ്പോഴും സംഭവിക്കാറുണ്ട്. ഉറക്കാണ്ട് തുടങ്ങിയ അപ്പം പേടി സ്വപ്നം കാണും. എവിടുന്നൊക്കെയോ ഇങ്ങനെ മല ഇടിഞ്ഞു, എവിടുന്നൊക്കെ വെള്ളം കുത്തൊഴുക്കൽ ഇങ്ങനെ മലവെള്ളം ഇങ്ങനെ പാഞ്ഞു വരുന്നു. അതിന്റെ പക്കത്ത് എവിടേക്കോ അങ്ങനെ ചെറിയ തുരുമ്പിലിങ്ങനെ ഞാൻ നിൽക്കുകയാണ്. ഇപ്പം അങ്ങോട്ട് വീഴും എന്നുള്ളൊരു അവസ്ഥയിൽ പേടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വീണു. അങ്ങനെയൊക്കെയുള്ള എന്നിട്ട് ഞെട്ടിയാണ് വരിക. അങ്ങനെയൊക്കെയുള്ള ദുസ്വപ്നങ്ങൾ കുറെ കാലം കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ അങ്ങനത്തെ സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇപ്പൊ നാട്ടുകാർ ഇങ്ങനെ ഒരു വാർണിംഗ് തരുമ്പോ നിങ്ങൾക്ക് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇല്ല വന്നത് പോവാതിരിക്കാൻ പറ്റൂല. കാരണം ഞങ്ങൾക്ക് OC ഓർഡറാണ്, നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരിക എന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഈ നാട്ടുകാരുടെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണി എന്ന് യൂണിറ്റിൽ ചെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ നാട്ടുകാർ ഇന്നലെ പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകണ്ടാകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണം. മുമ്പോട്ട് നദിക്കരയിൽ എന്താ സംഭവിച്ചെന്നുള്ളത് അറിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടാണ്, അതിന്റെ ഒരു വിവരമാണ് യൂണിറ്റിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ നദിക്കരയിലേക്ക് പോയത്. പിന്നെ അതുമല്ല കൂരാക്കൂരി ഇട്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അപകടാവസ്ഥ എത്രത്തോളം ഭയങ്കരമാണെന്നൊക്കെ മനസ്സിലാക്കാനും പറ്റിയില്ല. അങ്ങനെയാണെന്ന് പോകാൻ കാരണം. അതിന്റെ അപകടാവസ്ഥന്റെ ഗൗരവം എന്താന്നുള്ളത് പിറ്റേന്ന് രാവിലെയാണ് മനസ്സിലായത്. രാത്രി പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. അത് സത്യം പറഞ്ഞാൽ പ്രകൃതി ദുരന്തമാണെന്നുണ്ടെങ്കിലും പട്ടാളത്തിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ സൈറ്റ് സന്ദർശിക്കുക എന്നുള്ളത് ഓർഡറാണ്. പട്ടാളത്തിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ജീവനെ പേടിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. അതാണ് നമ്മളെ ഡ്യൂട്ടി ചെയ്തേ തെറ്റുള്ളൂ. അതാണ് പട്ടാളത്തിൻ്റെത്. അതാണ് പട്ടാളക്കാരൻ ചെയ്യുന്നത് പറഞ്ഞാൽ അവിടെ വീടില്ല, നാടില്ല, അച്ഛനില്ല, അമ്മയില്ല, അങ്ങനത്തെ ഒരു